അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ കുറച്ച് മുമ്പ് ഏകദേശം ഒരു മാസം മുമ്പാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു ഫസ്ന എന്നു പേരായ ഒരു പെൺകുട്ടി, 18-19 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി അവരുടെ വിവാഹം ഉറപ്പിച്ചു. ചെറുക്കൻ വീട്ടുകാർ വന്നു കണ്ടു, ഇഷ്ടപ്പെട്ടു, നല്ല കുടുംബമായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് ദുരൂഹ സാഹചര്യത്തിൽ അവരുടെ എൻഗേജ്മെൻറ്റ് പിറ്റേ ദിവസം നടത്താനിരിക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേന്ന് നടത്താനിരിക്കുന്നു. ഇരു കൂട്ടർക്കും തൃപ്തിയായി. ഈ ഫസ്നയാവട്ടെ യാതൊരു എതിർപ്പും പറഞ്ഞതുമില്ല. ആലോചിച്ച് നോക്കണം. അങ്ങനെ ഇഷ്ടപ്പെട്ട് പരസ്പരം തൃപ്തിപ്പെട്ട് അങ്ങനെ പിരിഞ്ഞു പോയി. അപ്പോൾ നമ്മളൊക്കെ എന്താ വിചാരിക്കുക, പെണ്ണിൻ്റെ കുടുംബത്തിനും വലിയ സന്തോഷമായി. ഒരു പെൺകുട്ടിയെ കെട്ടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ സംഗതിയാണ്. അല്ലാഹുവിൻ്റെ റസൂൽ 3 കാര്യം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ധൃതി പിടിക്കേണ്ട 3 കാര്യം. അതിലൊന്ന് പെൺകുട്ടിയുടെ ബുലൂഗായ പെൺകുട്ടിയുടെ വിവാഹമാണ്. അപ്പോൾ ചോദിക്കൂ, അത് മുടക്കുന്ന കൗമും ഉണ്ടല്ലോ എന്ന്. അവർക്ക് അള്ളാഹു നരകം തന്നെ കൊടുക്കും, വേറെ വർത്താനൊന്നുമില്ല. ഞാനും വിവാഹം യോജിപ്പിച്ച് കൊടുക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമാണ് എന്ന് 2 വിരലുകൾ ഉയർത്തിക്കൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ, ഈ 2 വിരലുകൾ ഉയർത്തിയിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അപ്പോൾ വിവാഹം അടുപ്പിച്ച് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ഇബാദത്താണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ ശ്രേഷ്ഠതയുള്ളതാണ്. മാത്രമല്ല അതുവഴി ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ ആ കുടുംബങ്ങൾ, നിലവിലുള്ള കുടുംബം ഒക്കെ അത് ഉണ്ടാക്കിയവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അത് വലിയ പുണ്യകർമ്മമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഈ തരത്തിലുള്ള, പിന്നെ മറ്റൊന്ന് സമയമായാൽ നമസ്കാരം, പിന്നെ മയ്യത്തിന് പെട്ടെന്ന് പറയാമെടുക്കുക. അതിൽ പറയാൻ ഇപ്പോൾ നേരമില്ല, അത് മറ്റൊരു വ്ളോഗിൽ ഇൻഷാ അല്ലാഹ് പറയാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിൽ ഫസ്ന എന്നു പേരായ പെൺകുട്ടിയുടെ വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി അതിൻ്റെ കുടുംബങ്ങളൊക്കെ ഓടി നടക്കവെയാണ് ആ പെണ്ണ് കണ്ടുപോയ അന്നേ ദിവസം തന്നെ ഒരു രാത്രി ദുരൂഹമായ രീതിയിലാണ് ആ പെൺകുട്ടിയെ കാണാതാകുന്നത്. പലയിടത്തും അന്വേഷിച്ചു. 1-2 ദിവസങ്ങൾക്കകം ഈ കുട്ടിയെ കണ്ടെത്തി. സ്വാഭാവികമായിട്ടും അത് ഈ പെൺകുട്ടിക്ക് ഈ ചെറുക്കനെ ഇഷ്ടമാവാഞ്ഞിട്ടാണ് എന്നും, അതല്ല വേറൊരുത്തരുമായി പ്രേമമുണ്ട് എന്നും, അതല്ല ഒരു കാമുകനോടൊപ്പം ഒളിച്ചോടിപ്പോയതാണ് എന്നും ഒക്കെ ഉള്ള അഭിപ്രായങ്ങൾ പരന്നു. പക്ഷേ എന്ത് തന്നെ ആയാലും അതൊന്നും വ്യക്തമായിട്ട് അതിൻ്റെ സോഴ്സുകളും സത്യാവസ്ഥകളൊന്നും അറിയാതെ ഈ പെൺകുട്ടി 2 ദിവസത്തിനു ശേഷം വീട്ടിൽ തിരിച്ചെത്തി. സംഗതി എന്തോ ആവട്ടെ, ആളുകൾക്ക് സംശയത്തിന് അത് കാരണമായി. ഇപ്പോൾ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതാ ഞാൻ ചീത്തപ്പേര് കേട്ടുകൊണ്ട് ആ കുടുംബം കഴിയുകയാണ്. യഥാർത്ഥത്തിൽ ചീത്തപ്പേര് എപ്പോഴും ആർക്കാ ഉണ്ടാവുക? അത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ തന്നെ സ്വന്തം മക്കളെ വളർത്തിക്കൊണ്ട് വരുമ്പോൾ വളരെ ശിക്ഷണത്തോടു കൂടെയാണ് നമ്മൾ വളർത്തേണ്ടത്. അതോടൊപ്പം തന്നെ നല്ല ഭയപ്പാട്. എങ്ങനത്തെ ഭയപ്പാടാണ് ഉണ്ടാക്കേണ്ടത്? പേടിച്ച് മണ്ടിക്കുന്ന ഭയപ്പാടല്ല. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ചെല്ലുന്നത് പോലെ നമ്മുടെ വീടായിക്കൂടാ. മറിച്ച് നല്ല ഒരു മസാക്കിന് തൊയ്യബത്ത്, സമാധാനവും ശാന്തയുക്തതയുമുള്ള കുടുംബത്തിൽ സ്നേഹം പകരുന്ന. അതോടൊപ്പം എൻ്റെ ഉപ്പയാണ്, ആ ഉപ്പാനെ വിഷമിപ്പിക്കാൻ പറ്റൂല, ആ ഉപ്പാനെ വേദനിപ്പിക്കാൻ പറ്റൂല, ആ ഉപ്പ പറയുന്നതിനപ്പുറം ചെയ്യാൻ പറ്റൂല ഇന്ന് സ്നേഹത്തോടു കൂടെ ഓർക്കുന്ന മക്കളും. അതോടൊപ്പം തന്നെ ആ ഉപ്പ ചീത്ത പറയും, ഉപ്പ അടിക്കും, അതും സ്നേഹത്തോടു കൂടെ തന്നെ. അതോടൊപ്പം തന്നെ പരസ്പരം അല്ലാഹുവിൻ്റെ റസൂൽ മക്കൾ വളർത്തിയ ആളാണ്. നമ്മുടെ മാതൃകാ പുരുഷൻ അഷ്റഫുൽ ഖൽക്ക് പേരക്കുട്ടികളുമായിട്ട് എത്രമാത്രം തമാശ കളിച്ചിരുന്നു. ആലോചിച്ച് നോക്ക്. ഒരിക്കൽ മഹാനായ റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്ന ഒരു അഹ്റാബി ചോദിക്കുന്നുണ്ട്. അവരങ്ങനെ ചോദിക്കുക, മരുഭൂമിയിൽ കഴിഞ്ഞു കൂടിയ ആ അഹ്റാബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ കാരണം? അള്ളാഹുവിൻ്റെ റസൂൽ ആനയായിട്ട് കളിക്കുന്നു, ആ മക്കൾ 2 ആളും ആ ആനപ്പുറത്ത് കയറിയിരിക്കുന്നു. അപ്പോൾ ആ അഹ്റാബി ചോദിച്ചു, അള്ളാഹുവിൻ്റെ റസൂലെ, യാ മുഹമ്മദ് എന്ന അഹ്റാബികൾ തിരുമേനി അഷ്റഫുൽ ഖൽക്കായ നബി തങ്ങളെ അങ്ങനെ ബഹുമാനിച്ചൊന്നും പറയൂല. മുഹമ്മദേ, എന്താണ് ഈ പിള്ളേർക്ക് കിട്ടിയിരിക്കുന്നത്? നമ്മളൊക്കെ പറയുമല്ലോ, ഇജ്ജ് ഇത്ര തരന്താന്നോ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അതിന് മറുപടി പറഞ്ഞത് എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആ കാരുണ്യം വറ്റിപ്പോയതിന് ഞാനെന്തു ചെയ്യാനാണ്? ഇതൊക്കെ വേണം നമ്മുടെ കുടുംബത്തിൽ. അതോടൊപ്പം തന്നെ 5-6 വയസ്സായിട്ട് മഹദിയായിട്ടുള്ള ഫാത്തിമത്ത് റളിയല്ലാഹു അൻഹാ റസൂലുള്ളാഹിന്റെ മടിയിലിരിക്കുമ്പോഴും ഇതേമാതിരി പറഞ്ഞിട്ടുണ്ട്. ഈ വലിയ പോത്ത് പോലത്തെ പെണ്ണിനെയാണോ മുഹമ്മദെ നിങ്ങൾ മടിയിൽ വെച്ചിക്കണത്? അപ്പോൾ റസൂലുള്ളാഹി അതിന് മറുപടി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. കാരണം നിങ്ങളുടെയൊക്കെ ഹൃദയത്തിൻ്റെ കാരുണ്യം വറ്റിയതിന് എന്തു ചെയ്യാനാണ്? അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയേറെ കാരുണ്യത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടും തമാശയോടും കൂടെയാണ് കുടുംബനാഥനും കുടുംബനാഥ ഉമ്മയും ഒക്കെ പരസ്പരം സഹകരിച്ചു സ്നേഹിച്ചു. നോക്കണം, അപ്പോൾ മാത്രമാണ് ആ ബന്ധത്തിന് നിലനിൽപ്പുള്ളൂ. 10-18 കൊല്ലം ഞങ്ങളെ വളർത്തി വലുതാക്കിയിട്ടുള്ള ആ മാതാപിതാക്കൾ ഒന്നുമല്ല ഒരു സെക്കൻഡ് കൊണ്ട് കാണുന്ന
ഇതര പുരുഷനോടൊപ്പം ഓടിപ്പോകുന്നു, അല്ലെങ്കിൽ എന്താണെന്ന് തിരിയാൻ പറ്റാത്ത വണ്ണം തനിക്ക് വേണ്ടി പെടാപ്പാടുപെടുന്ന, നോക്കണം, ഷിദ്ദത്തുൽ ഹരി താരത്തൻ വലമിൽ ബർദി ഉഹ്റ, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ അങ്ങനെ അതിശക്തമായിട്ടുള്ള ഉഷ്ണത്തിലും അതിശക്തമായ തണുപ്പിലും അവർ പണിയെടുക്കുന്നു ഈ കുട്ടികൾക്ക് സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവാൻ. വെറും തീറ്റ കൊടുക്കാനും വസ്ത്രം കൊടുക്കാനും മാത്രമല്ല, മറിച്ച് അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവാനാണ് ഇവരുടെ 24 മണിക്കൂറും അവർ പരിശ്രമിക്കുന്നത്. എന്നിട്ടോ ഈ പിള്ളേർ ചെയ്യുന്നത് ഒരു സെക്കൻഡ് കൊണ്ട് കണ്ട ആ പുരുഷനോടൊപ്പം ഓടിപ്പോകുന്നു. അതിനെന്ത് വേണം? നല്ല അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകളും ഉത്ബോധനങ്ങളും കൊടുക്കണം. അത് തുടരെ കൊടുത്തുകൊണ്ടിരിക്കണം. നമ്മളോട് അള്ളാഹു 5 നേരത്തെ നിസ്കാരം എന്തിനാ നിർദ്ദേശിച്ച്? കേവലം 2 വകത്ത് പോരെ? അതുപോരാ. എന്താ കാരണം? ഓരോ സമയത്തും കൃത്യമായി ആ സൃഷ്ടാവിനെ അറിയുന്ന റബ്ബിനറിയാം, മനുഷ്യനെ അറിയുന്ന സൃഷ്ടാവിനറിയാം. ഈ ഓരോ സമയത്തും മനുഷ്യൻ അള്ളാഹുവിനെ കണ്ടുമുട്ടിക്കൊണ്ടേ ഇരിക്കണം. ഇന്ന സ്വലാത്ത തൻഹാനിൽ ഫഹ്ശാഇ വൽ മുങ്കർ. അതാണ് മുഅ്മിനിന്റെ നമസ്കാരം. അങ്ങനെയാണ്. തൻഹ, അത് തടയപ്പെടുന്നു. അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ, ചീത്തത്തരമായും ഹീനത്തരങ്ങളും ഒളിച്ചോട്ടവും ചാടിപ്പോക്കും തടയണമെങ്കിൽ ഈ കുട്ടികൾ നന്നായിട്ട് നമസ്കരിക്കണം. ആ നമസ്കാരത്തിൻ്റെ ബാലപാഠം പഠിപ്പിക്കണം. ആ നമസ്കാരത്തെക്കുറിച്ച് വളരെ ചിട്ടയോടെ പഠിപ്പിക്കണം. എല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. അപ്പോൾ അവരെന്താവും? അക്കിബി സ്വലാത്ത ലിദിക്രി തറഫൈ നഹാർ വദുലഫൻ മിനൽ ലൈലി ഇന്നൽ ഹസനാത്ത് വയുദ്ഹിബുന സയ്യിആത്ത്. അത്രമാത്രം കഴുകിക്കളയാൻ പാകത്തിലുള്ള ഒരു ആയുധമാകുന്നു നമസ്കാരം എന്നാണ് അള്ളാഹ് പറഞ്ഞത്. നോക്കണം. അതുകൊണ്ടാണ് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുങ്കർ. നമ്മുടെ കൂട്ടത്തിൽ എത്ര ആളുകളുണ്ട് അങ്ങനെ ചീത്തത്തരം തടയാൻ പ്രാപ്തമായിട്ടുണ്ട് നമ്മുടെ നമസ്കാരം? ഒരു കഥ പറയുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്ന ഒരു കഥയാണ്. ഒരു മനുഷ്യൻ അയാളുടെ ഭാര്യയിൽ ഭ്രമിച്ചു. ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ ഭാര്യയിലല്ല, സ്വന്തം ഭാര്യയിലല്ല, വേറൊരു അപരൻ്റെ ഭാര്യയിൽ ഭ്രമിച്ചു. അങ്ങനെ ആ സ്ത്രീയെ ഇയാൾ പ്രണയിച്ചു, അതുപോലെ ഇഷ്ടപ്പെട്ടു. മറ്റൊരുത്തൻ്റെ ഭാര്യയാണ്. വികാരം വരുമ്പോൾ അമ്മയില്ല, പെങ്ങളില്ല, മുത്തച്ഛൻ്റെ അടുക്കൽ പോലും പെൺകുട്ടികളെ ആക്കി പോയിക്കൂടാ, വല്യപ്പാൻ്റെ അടുത്ത് കുട്ടികളെ ആക്കി പോയിക്കൂടാ. കാരണം അവർ വേണ്ടതൊക്കെ ചെയ്ത് കളയും, എന്നിട്ടോ ആ ശവം തന്നെ മറപ്പിച്ചു കളയും. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞ കഥ. ഇയാൾ ഈ സ്ത്രീയോട് ചോദിച്ചു, ഒരിക്കലെങ്കിലും എനിക്കൊന്ന് വഴങ്ങിത്തരുമോ എന്ന്. അപ്പോൾ ആ സ്ത്രീ ബുദ്ധിമതിയാണ്. ആ സ്ത്രീ പറഞ്ഞു, തീർച്ചയായിട്ടും, പക്ഷേ നിങ്ങൾ എൻ്റെ ഭർത്താവ് നമസ്കരിക്കുമ്പോൾ നിങ്ങൾ കൂടെ നമസ്കരിക്കണം. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ള വൈകാരത്തിന് വേണ്ടി എന്തിനും തയ്യാറാകുമല്ലോ ഇപ്പുറത്തെ പുരുഷന്മാർ. എൻ്റെ ഭർത്താവിനോട് കൂടെ നിങ്ങൾ 40 ദിവസം പള്ളിയിൽ വന്ന് നമസ്കരിക്കണം, ഫർദ് നമസ്കാരം എന്നാണ് പറഞ്ഞത്. ആയിക്കോട്ടെ, അത് എന്തിനും തയ്യാറ്. 400 ദിവസമായാലും 4000 ദിവസമായാലും ഞാൻ തയ്യാറാണ്. എനിക്കൊന്ന് നിന്നവുമായിട്ട് ഒന്ന് വഴങ്ങിയാൽ മതി എന്നാണ് അയാൾ പറഞ്ഞത്. എന്തിനേറെ പറയണം, ആ സ്ത്രീ ഈ പറഞ്ഞ വാക്ക് അയാൾ പാലിച്ചു. 40 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ തുടരുകയാണ് വീണ്ടും നമസ്കാരം. അപ്പോഴാണ് ആ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് കാര്യം പറഞ്ഞു. ആ സ്ത്രീ ഭർത്താവിൻ്റെ സാന്നിധ്യത്തിൽ അയാളെ വിളിച്ചു. സഹോദര, ഞാനൊരു കാര്യം കണ്ടീഷൻ നിങ്ങളോട് ചെയ്തിരുന്നു. ഇപ്പോൾ അതിന് ഞാൻ തയ്യാറാണ്. എൻ്റെ വാക്ക് ഞാൻ പാലിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വഴങ്ങാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ശപിക്കപ്പെട്ടവളെ, അള്ളാഹു ഏറ്റവും വെറുക്കപ്പെട്ട ഒരു കാര്യത്തിലേക്ക് നീ എന്നെ ക്ഷണിക്കുകയാണോ? അന്നൊരു പൈശാചികാവസ്ഥയിൽ ഞാൻ അങ്ങനെ നിന്നോട് ചോദിച്ചിട്ടുണ്ട് എന്ന് തൊഴിച്ച് നിർത്തിയാൽ അള്ളാഹുവിനോട് കാവൽ തേടൂ എന്ന് പറഞ്ഞ് ഇന്നി മഹാദല്ലാ, നോക്കണം, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുന്നവരുടെ കൂട്ടത്തിലാണെന്ന് പറഞ്ഞ ഈസാനുള്ള മുഹസിനായിട്ടുള്ള യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ആ വാക്ക് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീയെ ഉപദേശിക്കുകയാണ് ചെയ്തത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫസ്നയുടെ കുടുംബത്തിൻ്റെ കഥ ഞാൻ ഇതൊക്കെ കണ്ട് പറയണത് എന്തിനാണെന്ന് വെച്ചാൽ, ഞാൻ ഓരോ വ്ളോഗ് ചെയ്യുന്നതും സ്വാഭാവികമായിട്ട് സമൂഹത്തിന് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളുമായിട്ട് പങ്കുവെക്കുക എന്നതാണ്. കാരണം നമ്മുടെ യുവസമൂഹം വളരെയേറെ പിഴച്ചു പോയിരിക്കുന്നു, വളരെയേറെ ദലാലത്തിലാണ്. പരസ്പരം ഭിന്നിപ്പും ശത്രുതയും പകയും, അതൊരു ഭാഗത്ത്, പരിഷ്കാരത്തിൻ്റെ ഭാഗത്ത് ഇതര വിഭാഗങ്ങളെ വെല്ലുവിളിക്കുമാർ ഏറ്റവും ചീത്തത്തരത്തിൽ നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ വാക്കുകളിലൊക്കെ ഉപദേശിക്കുകയാണ്. അപ്പോൾ ഈ ഫസ്നയുടെ കുടുംബത്തിൻ്റെ കഥ വീണ്ടും പറയുകയാണ്. സ്വാഭാവികമായിട്ടും ആ പെൺകുട്ടിക്ക് ഇപ്പോൾ വിവാഹങ്ങളൊന്നും തന്നെ വരുന്നില്ല. എന്താ കാരണം? ആ കുടുംബം അന്വേഷിക്കുന്നുണ്ട്, ആ കുട്ടിയെ പഠിക്കാനും വിടുന്നില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എങ്ങനെ പഠിക്കാൻ വിടുക? സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും പറയുമല്ലോ, ഇനി അന്നെ എങ്ങനെയാടി പഠിക്കാൻ വിടുക?
അങ്ങനെ ഒന്നും ഇപ്പോൾ കുട്ടികളോട് ചോദിക്കാൻ വയ്യ. എൻ്റെ അടുത്ത് ഒരു പെൺകുട്ടി എൻ്റെ അറിവിൽപ്പെട്ട ഒരു ഫ്ലാറ്റിൽ താമസിച്ചിരുന്നു. ഞാനിതൊരു കഥ പറയല്ല, ഉണ്ടായ സംഭവമാണ്. നല്ല കുടുംബമാണ്, ദീനീ ചിട്ടയുണ്ട്, നല്ല സെറ്റപ്പുണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെ എനിക്ക് നല്ല സുന്ദരിയാണ്, നല്ല പർദ്ദ ഹിജാബ് ധരിക്കും. ആ കുട്ടിയുടെ മാതാപിതാക്കൾ വല്ലയിടത്തേക്കും പോകുമ്പോൾ എൻ്റെ വീട്ടിലാണ് ഈ പെൺകുട്ടിയെ കൊണ്ടു നിർത്താറ്. നല്ല തമാശ പറയും, നല്ല കുട്ടിയാണ്. ആ കുട്ടി അങ്ങനെ പഠനത്തിൽ തുടരവേ അതാണ് ഒരു ചെറുക്കനുമായിട്ട് പരിചയപ്പെട്ട് പ്രണയത്തിലായി. ഇത് തന്നെ പാടില്ലാത്തതാണ്, അത് മറ്റൊരു കഥ. ആ പ്രണയത്തിലായതിനു ശേഷം മാതാപിതാക്കൾ അവൾക്ക് വേണ്ടി കല്യാണം ആലോചിച്ചു. അത് സാധാരണ രീതിയിലുള്ളതാണ്. അപ്പോൾ അവൾ സ്വാഭാവികമായിട്ടും അറിഞ്ഞപ്പോൾ പറഞ്ഞു, എനിക്ക് ഉപ്പാനോട് പെട്ടെന്ന് പറയുമല്ലോ പെൺകുട്ടികൾ, ഇമ്മായിക്ക് ഇന്നെ മാതിരത്തെ ഒരു ഇയാളെ മതി എനിക്ക്, നിങ്ങൾ അയാളെ അന്വേഷിച്ചോളി. സ്വാഭാവികമായിട്ടും എന്താണ് ഉമ്മയും ഉപ്പയും ഒക്കെ പറയുക, സാധാരണ രീതിയിൽ ഒന്ന് ശാസിച്ചു. എന്നിട്ട് സംഗതി എന്തായാലും അത് ഉറപ്പിച്ചു. അടുത്ത മാസം തന്നെ അത് നടക്കാനിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് ആ ഉമ്മ ഒരു യാത്ര പോകുമ്പോൾ ഈ കുട്ടിയോട് പറഞ്ഞു, മോളെ ഇന്നൊക്കെ ഒന്ന് ശ്രദ്ധിക്കട്ടാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഉമ്മ ഇറങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഉമ്മ കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ചു വന്നപ്പോൾ ആ കുട്ടി ഇത് ശ്രദ്ധിച്ചിട്ടില്ല. ഉമ്മ പറഞ്ഞ കാര്യം മറന്നുപോയി. എന്താ കാരണം? തൻ്റെ ഭർത്താവുമായി ചാറ്റ് ചെയ്യുകയാണ്, അഥവാ ഭർത്താവായിട്ടില്ല, പ്രതിശ്രുത വരനുമായിട്ട് ചാറ്റ് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ദേഷ്യമൊക്കെ കൂടെ കൂടിയിട്ട് ആ ഉമ്മ പറഞ്ഞു, ഇജ്ജല്ലെങ്കിലും പറ്റ വടക്കായിക്കണിപ്പോൾ ഈ ചെറുക്കനായിട്ടുള്ള ഈ പ്രേമം കാരണമായിട്ട് എന്ന് പറഞ്ഞു. അതാണ് പറഞ്ഞ് ആ ഉമ്മ അങ്ങോട്ട് അടുത്തുള്ള വീട്ടിലേക്കോ മറ്റോ പോവുകയും ചെയ്തു. എന്തിനേറെ പറയണം, കുറച്ച് കഴിഞ്ഞ് വർത്താനമൊക്കെ പറഞ്ഞ് അയൽ വീട്ടിൽ നിന്ന് തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഈ പെൺകുട്ടി ഇങ്ങനെ തൂങ്ങി നിൽക്കുകയാണ്. അപ്പോൾ എന്താ ഉണ്ടായത്? ഈ ഒറ്റ വർത്താനം, ഇജ്ജ് ഇത് തന്നെ ഇങ്ങനെയൊക്കെ തന്നെയാണല്ലോ എൻ്റെ പണി എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒറ്റ കാരണത്തിൽ. അപ്പോൾ ഈ പുതിയ തലമുറയോട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കുന്നു. അതുകൊണ്ടാണ് വളരെ അച്ചടക്കത്തോടും അവർക്ക് വളരെ ഇത് 2 കണ്ണും 4 കണ്ണും പോരാത്ത വണ്ണം ഈ പെൺകുട്ടികളെ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതും അതോടൊപ്പം തന്നെ സ്നേഹം വാരി കൊടുക്കേണ്ടതും. അപ്പോൾ എൻ്റെ ഉപ്പയെയും എൻ്റെ ഉമ്മയെയും കൂടപ്പറപ്പുകളെയും വേദനിപ്പിക്കാൻ പറ്റില്ല എന്ന ഒരു മനസ്സ് അവരിൽ ഉണ്ടാക്കിയെടുക്കേണ്ടത് കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഫസനയ്ക്ക് വിവാഹം ശരിയാകാതെ ആ കുടുംബം തീ തിന്നു കഴിയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് ഒരു പാഠമാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.